എല്ലാവർക്കും നമസ്കാരം. എന്നെക്കുറിച്ച് കുറേ നല്ല വാക്കുകൾ ഗോപി പറഞ്ഞു. ഗോപി അത് കുറച്ചൊക്കെ സ്നേഹം കൊണ്ട് പറഞ്ഞതാണെന്ന് എനിക്കറിയാം. എന്തായാലും ഗോപിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു എക്സിബിഷൻ, അതായത് ഗാന്ധിയുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ 46 മുതൽ 48 വരെയുള്ള അവസാന കാലഘട്ടത്തിൽ ഗാന്ധി നടന്നു പോയ അല്ലെങ്കിൽ ഗാന്ധി സഞ്ചരിച്ച അതേ പഥത്തിലൂടെയുള്ള യാത്രയായിരുന്നു സുധീഷും ഗോപികൃഷ്ണനും നടത്തിയത്. ആ ഒരു പ്രദർശനത്തിൻ്റെ ഈ അവസാനത്തോടടുക്കുന്ന ഈ വേളയിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്നലെ സുധീഷ് ചോദിച്ചു, പ്രദർശനം നന്നായിരുന്നോ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ പ്രദർശനം നന്നായിരുന്നോ എന്നുള്ളത് പോലും എനിക്ക് അങ്ങനെ നന്നായിരുന്നോ ചീത്തയായിരുന്നോ എന്നുള്ളതല്ല എൻ്റെ ഒരു കൺസേൺ. ഗാന്ധിജിയെ കുറിച്ചുള്ള ഒരു പ്രദർശനം നടക്കുന്നു. ആ പ്രദർശനം നടത്താൻ വേണ്ടിയിട്ട് അതിലിപ്പോൾ ഫോട്ടോ മൗണ്ട് ചെയ്തത് നന്നായിരുന്നോ അല്ലെങ്കിൽ വീഡിയോ നന്നായിരുന്നോ എന്നുള്ളതൊന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല. കാരണം ഇത്തരത്തിലുള്ളൊരു പ്രദർശനം എത്രമാത്രം നമുക്ക് ആവശ്യമാണ്. ഗാന്ധിജിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഓരോ എഫേർട്ടും എത്രമാത്രം വലുതാണ് എന്നാണ് ഞാൻ ഇന്നലെ ആലോചിച്ചിരുന്നത്. ഇപ്പം ഗോപി സൂചിപ്പിച്ചതുപോലെ ഞാൻ സംസാരിക്കേണ്ടത് ജീവിതത്തിലെ ഗാന്ധിയെക്കുറിച്ചാണ്. ജീവിതത്തിലെ ഗാന്ധിയെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിയലായ ഗാന്ധിയെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ രാഷ്ട്രപിതാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു 1869 1869 ഒക്ടോബർ 2 ജനിച്ച് 1948 ജനുവരി 30 മരിക്കുന്നത് വരെയുള്ള ഒരു ഹിന്ദുത്വ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിക്കുന്നത് വരെയുള്ള ആ ചരിത്രം ഡോക്യുമെന്റഡ് ആണ്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് രേഖകളുണ്ട്. ആ രേഖകൾ നമുക്ക് സംസാരിക്കാനും അതിനെപ്പറ്റി സംസാരിക്കാനും, അദ്ദേഹം ഒരു രാഷ്ട്രപിതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് വിഷമമില്ല. പക്ഷേ ജീവിതത്തിലെ ഗാന്ധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ഞാനും കൂടി വരുന്നുണ്ട്. അത് ആത്മനിഷ്ഠമാണ്. എനിക്ക് ഒരുപാട് എനർജി വേണ്ട ഒരു കാര്യമാണ്. എന്നെ തന്നെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ ജനിച്ചത് മുതൽക്ക് ഗോപി സൂചിപ്പിച്ചതുപോലെ എൻ്റെ അച്ഛനും അമ്മയും ഗാന്ധിജിയുടെ സേവാഗ്രാം ആശ്രമത്തിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. അച്ഛൻ മലയാളിയാണ്, അമ്മ മറാഠിയാണ്. ശരിക്കും ഒരു തമാശ എന്താ വെച്ചാൽ, ഇവര് 46 ഗാന്ധി സേവാഗ്രാം ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട് ആ നടത്തിയ യാത്രയിലൂടെയാണ് ഇവര് പോകുന്നത്. എൻ്റെ അച്ഛൻ ശരിക്കും 46 ഗാന്ധി സേവാഗ്രാം ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട് കൽക്കത്ത എത്തുന്ന സമയത്താണ് ഗാന്ധിയെ ശരിക്കും കാണുന്നത്. അപ്പം അച്ഛൻ ആ സമയത്ത് സാഥി എന്ന് പറഞ്ഞ പത്രത്തിന്റെ ചെറിയ വയസ്സാണ്, 22 വയസ്സേ ഉള്ളൂ. സമയത്ത് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും സ്റ്റുഡൻസ് കോൺഗ്രസിന്റെ ഒക്കെ ഉള്ള അതിൽ വളരെ ആക്റ്റീവ് ആയിരിക്കുകയും സാഥി എന്ന് പറഞ്ഞ പത്രത്തിന്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തത്. അപ്പൊ 46 ഗാന്ധിജി സേവാഗ്രാം ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് ആ സമയത്ത് ഇന്ത്യ വിഭജിക്കാൻ ഒരു പാർട്ടീഷന്റെ വക്കത്തെത്തി നിൽക്കുകയാണ്. 46 ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇന്ത്യ വിഭജിക്കപ്പെടുന്നുള്ള അത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ തന്നെ മതവിദ്വേഷവും ഒരുപാട് ഹിന്ദു മുസ്ലിം സ്പർദ്ധകളും വിദ്വേഷങ്ങളും നടക്കുന്നുണ്ട്. തെരുവുകൾ കത്തി എരിയുന്നുണ്ട്, ചോരപ്പുഴ ഒഴുകുന്നുണ്ട്. ആ സമയത്ത് ഗാന്ധി ആ ചോരപ്പുഴ ഒഴുകുന്ന ബംഗാളിന്റെ തെരുവുകളിലേക്ക് നടന്നു പോകുന്ന ആ ഒരു സമയത്ത് സോദ്പൂരിലെ ആശ്രമത്തിൽ വെച്ചിട്ടാണ് അച്ഛന് ഗാന്ധിജിയെ കാണാനുള്ള അവസരം ലഭിക്കുന്നത്. ആ ഒരു കൂടിക്കാഴ്ചയിൽ കിട്ടിയ ആവേശം കൊണ്ടാണ് അന്ന് കൽക്കത്ത ജീവിതം വിട്ട് പിന്നെ സേവാഗ്രാമിലേക്ക് അച്ഛൻ വരുന്നത്. അമ്മ ആ സമയത്ത് 19 വയസ്സേ ഉള്ളൂ. രണ്ടുപേരും വോളണ്ടിയേഴ്സ് ആണ്. ഗാന്ധിയൻ ആദർശങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഗ്രാമനിർമ്മാണത്തിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ വേണ്ടി താല്പര്യമുള്ള എത്രയോ യുവാക്കൾ ഉള്ളിൽ അഗ്നിയുമായി ഇത്തരത്തിലുള്ള ഗാന്ധിയുടെ ആശ്രമത്തിൽ എത്തുന്ന കാലമായിരുന്നു. അതുപോലെ അവരും വോളണ്ടിയേഴ്സായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 46 അവിടെ എത്തുന്നു, അവിടെ വോളണ്ടിയേഴ്സായിട്ട് നിൽക്കുന്നു. ആ സമയത്ത് ഗാന്ധിജി അവിടെ ഇല്ല, അദ്ദേഹം പോയി കഴിഞ്ഞിരുന്നു. 48 അച്ഛൻ്റെ ഒരു കുറിപ്പിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്, 48 ഗാന്ധിജിയോട് കുറച്ച് ദിവസം ഒന്നുകൂടി സേവാഗ്രാം ആശ്രമത്തിൽ വന്ന് നിൽക്കണം. എല്ലാവർക്കും അവിടുത്തെ അന്തേവാസികൾക്ക് ഗാന്ധിജിയുടെ ആബ്സെൻസിൽ അവിടെ എത്തിയിട്ടുള്ള അന്തേവാസികളുണ്ട്. ഈ അന്തേവാസികൾക്കൊക്കെ ഗാന്ധിയെ ഒന്ന് കാണണമെന്ന് താല്പര്യമുണ്ട്, കുറച്ച് ദിവസം തിരിച്ചു വരണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പിന്നെ സേവാഗ്രാമിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയി. ആ ഗ്രൂപ്പിൽ അച്ഛനും ഉണ്ടായിരുന്നു.
അപ്പോൾ ഗാന്ധിജി സമ്മതിച്ചു കുറച്ച് ദിവസം വീണ്ടും സേവാഗ്രാമിൽ വന്ന് നിൽക്കാമെന്നൊക്കെ തീരുമാനിച്ച് ജനുവരി അവസാനത്തോടെ ഇവര് ഗാന്ധിജി ഒരു വേൾഡ് പീസ് കോൺഫറൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്തു. ഗാന്ധിജി വരുന്നതും കാത്തു നിൽക്കുന്ന ഒരു ആശ്രമം ഒരുപാട് ഭയങ്കര ഫെസ്റ്റീവായിട്ട് ഉത്സവത്തിന്റെ ഒരു പ്രതീതിയായി. ഗാന്ധിജി തിരിച്ചു വരാൻ പോവാണ് ആശ്രമത്തിലേക്ക്. എല്ലാ രീതിയിലത്തെ അറേഞ്ച്മെന്റുകളും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആ തിരിച്ചു വരേണ്ട ജനുവരി 30 ഇവർക്ക് കിട്ടുന്ന വാർത്ത ഗാന്ധി വെടിയേറ്റ് മരിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ ആശ്രമത്തിൽ ഉണ്ടായിട്ടുള്ള ആ അതിഭീകരമായ ഷോക്ക്, പലരും ബോധം കെട്ട് വീഴുന്നുണ്ട്, ഉറക്കെ കരയുന്നുണ്ട്, ആ ഒരു അന്തരീക്ഷത്തെ കുറിച്ച് അച്ഛൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ടാണ് അച്ഛനും അമ്മയും വോളണ്ടിയേഴ്സ് ആയിട്ട് കുറച്ചു കാലം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ അമ്മ മഹാരാഷ്ട്രീയനാണ്. അപ്പോൾ അവർ അത് കഴിഞ്ഞിട്ട് അച്ഛന് 24 വയസ്സ്, അമ്മയ്ക്ക് 21 വയസ്സ്. എന്നിട്ട് അവര് കേരളത്തിലേക്ക് വരുന്നു. രാമനാട്ടുകര അച്ഛൻ്റെ അമ്മയുടെ ഒരു തറവാട് വീടുണ്ട്. ആ തറവാട് വീട്ടിൽ ഒരു ആശ്രമം പോലെ ഒരു സ്കൂൾ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ അത് രാമനാട്ടുകര. പക്ഷെ ഞങ്ങൾ പിന്നെയും കുറെ, ഞാനൊക്കെ ജനിക്കുന്നത് രാമനാട്ടുകര ഇപ്പം മുനിസിപ്പാലിറ്റിയാണ്. അന്ന് ചെറിയൊരു സ്ഥലമാണ്. പക്ഷെ അവിടെ നിന്നും വളരെ ഉള്ളോട്ടേക്ക് പോയിട്ട് ഉള്ള ഒരു സ്ഥലത്താണ്. ആ സ്ഥലം എന്ന് പറയുന്നത് വളരെ ഒരു വ്യത്യസ്തമായ ഗ്രാമമാണ്. അതിന്റെ പേരിപ്പം നവോദയ ദാനഗ്രാം എന്നാണ്. ദാനഗ്രാം എന്ന് അതിന്റെ പേര് കിട്ടാൻ കാരണം പിന്നെ 50s അവസാനം വിനോബജി എല്ലാം ഒരു സോഷ്യലിസം വിത്തൗട്ട് വയലൻസ് എന്നുള്ള രീതിയിൽ ഭൂമി കുറേയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഭൂമി എടുത്തിട്ട് അത് ഭൂമി ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുന്ന ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയും പല ഭൂപ്രഭുക്കളിൽ നിന്ന്, ലാൻഡ് ലോഡുകളിൽ നിന്ന് അവർ ഒരുപാട് പേര് ഭൂമി കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ അവിടെ ഉള്ള ഒരാൾ കൊടുത്ത ഭൂമി അത് 17 ഏക്കറോ 18 ഏക്കറോ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു മൊട്ട കുന്നായിരുന്നു ശരിക്കും. ആ കുന്നിനെ ഒരു ഗ്രാമമാക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു ദൗത്യം കൂടി അച്ഛനെ ഏൽപ്പിച്ചു. അപ്പോൾ ഞങ്ങളുടെ ജീവിതം ശരിക്കും വളരെ റൂറൽ എന്ന് പറഞ്ഞാൽ പോരാ. എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി വരുന്നത്. അത്രയും ഉള്ളിലുള്ള ഒരു സ്ഥലമാണ്. ഒരു നടുക്കൊരു കുന്ന്, പിന്നെ ചുറ്റും വയലുകള്, ഒരു കുന്നു പ്രദേശമാണ് അത് ശരിക്കും. അപ്പോൾ അവിടെയുള്ള ആ ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത്, എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ വീട്ടിലത്തെ കുട്ടികൾക്കുമല്ല, ആ ഗ്രാമത്തിന് അത് ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ അത് അവിടെ ആൾക്കാർക്ക്, നമ്മൾ ഭൂരഹിതരായ കുറെ ആൾക്കാരെ അവിടെ ദലിതരായിട്ടുള്ള കുറെ ആൾക്കാർ അവിടെ താമസിക്കാൻ വരുന്നു. അവർക്ക് ഭൂമി കൊടുക്കുന്നു. പക്ഷെ ആർക്കും വാങ്ങാനോ വിൽക്കാനോ ഉള്ള ഒരു പിന്നെ റൈറ്റ് ഒന്നും ഇല്ലാതെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ വരുന്നു. ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ഫാമിലീസ് മാത്രം പുറത്ത്, അത് ഈ ഭൂദാനത്തിന്റെ ഭൂമി എടുത്തിട്ടല്ല, പുറത്തുനിന്ന് വാങ്ങി അതിലേക്ക് അവിടെ തന്നെ നിൽക്കുന്നു. അപ്പൊ അതിന്റെ മുഴുവൻ ഒരു ലീഡർഷിപ്പ് അച്ഛനും അമ്മയാണ് ചെയ്യുന്നത്. അച്ഛനും അമ്മയും അതിനു വേണ്ടി ഒരു ജീവിതം കൊടുത്തു. അച്ഛൻ ഹെഡ് മാസ്റ്ററും കൂടിയായിരുന്നു ഞാൻ നേരത്തെ തുടങ്ങിയെന്ന് പറഞ്ഞ സ്കൂളിലെ. അപ്പൊ അതും ഇതും എല്ലാം കൂടി, അപ്പൊ നമ്മളുടെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു കുട്ടിക്കാലാണ്. ഞങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും, എൻ്റെ ഓർമ്മയിൽ മുഴുവൻ ആഘോഷങ്ങളും, ഓണായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഒക്കെ ഞങ്ങൾ ആഘോഷിച്ചിട്ടുള്ളത് ഒരു കമ്മ്യൂണിറ്റി പോലെയാണ്. അവിടെ ഒരുപാട്, ഒരു 50-60 വീടുകൾ. ഈ വീടുകൾ എല്ലാവരും ഒരുമിച്ച് അവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു കുന്നുംപുറം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്നോട് ചോദിക്കുകയാണ് ജീവിതത്തിലെ ക്രിസ്മസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ എത്രയോ പല നല്ല ചർച്ചുകളിലൊക്കെ ക്രിസ്മസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും നല്ലൊരു ക്രിസ്മസ് ആയിട്ട് തോന്നാറുള്ളത് ആ കുന്നിന്റെ പുറത്ത് ഞങ്ങൾ കുട്ടികളാവുമ്പോൾ കടലാസൊക്കെ വെട്ടി വലിയ സ്റ്റാറൊക്കെ ഉണ്ടാക്കി കുന്നിന്റെ മുകളിൽ കുറെ കാഷ്വറീന ഷവോക്ക് മരങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ മുകളിൽ സ്റ്റാറൊക്കെ തൂക്കി, അപ്പം മഞ്ഞുണ്ടാവും, നിറച്ച് നക്ഷത്രങ്ങളുള്ള ആകാശം ഉണ്ടാവും. ആ ഒരു ഓർമ്മയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ക്രിസ്മസ് ആയിട്ട് തോന്നുന്നത്. നമുക്ക് രാവിലെയും വൈകുന്നേരവും സർവമത പ്രാർത്ഥന ഉണ്ടാവുമായിരുന്നു. ഞാനൊക്കെ എൻ്റെയൊക്കെ മുന്നേ, അതായത് എൻ്റെ ചേച്ചിമാരുടെയൊക്കെ കാലത്ത് കുറേയും കൂടി അവിടെ ആക്ടിവിറ്റി, അത് വലിയൊരു ഒരു സെന്റർ ആയിരുന്നു. പലതരത്തിലുള്ള വർക്ക് ചെയ്യുന്ന, അതായത് എല്ലാവരുടെയും ഒരുമിച്ചുള്ള കൃഷി ഉണ്ടായിരുന്നു, ഒരുമിച്ചുള്ള മൺപാത്ര നിർമ്മാണം ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള കുടിൽ വ്യവസായങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപാട് പേര് ഗാന്ധിയൻ തരത്തിലുള്ള ജീവിത ശൈലിയും ഗാന്ധിയൻ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്നും അറിയാൻ വേണ്ടി ഞങ്ങളുടെ ഗ്രാമത്തിൽ വരുമായിരുന്നു.
അപ്പോൾ ഞങ്ങൾക്ക് ഈ കുട്ടികൾക്ക് പിന്നെ വൈകുന്നേരത്തെ സർവ്വമത പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ഈ സർവ്വമത പ്രാർത്ഥനയുടെ പ്രാധാന്യമൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ നമ്മളത് എല്ലാ മതത്തു നിന്നുള്ള ചില കാര്യങ്ങൾ, ഇപ്പൊ ഞാനൊക്കെ ഒരു കുട്ടിയായിരിക്കുന്ന മുതൽക്കേ ഇപ്പൊ ഖുറാൻ ഇപ്പൊ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ നമ്മൾ ചെറുതാവണ മുതൽക്കേ നമ്മൾ പറഞ്ഞ് അതിന്റെ അർത്ഥമൊന്നും അറിഞ്ഞിട്ടല്ല, പക്ഷെ നമുക്കത് ചൊല്ലാൻ അറിയാം. ഇപ്പൊ ചിലപ്പോൾ ഖുറാൻ ഞാനായിരിക്കും ചൊല്ലിക്കൊടുക്കുക, അല്ലെങ്കിൽ ഖുറാൻ വേറെ ഏതെങ്കിലും കുട്ടിയായിരിക്കും ചൊല്ലിക്കൊടുക്കുക. അത് ഹിന്ദു ആണോ മുസ്ലിം ആണോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണോ എന്നുള്ള ഒരു ചിന്തയൊന്നും നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. എല്ലാം എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ ഒരു സെക്യുലറിസം അല്ലെങ്കിൽ മതേതരത്വത്തിന്റെ ഒരു മൂല്യം, ഒരു വാല്യൂ നമ്മൾ അറിയാതെ നമ്മളെ ഉള്ളിലേക്ക് വരികയാണ്. പക്ഷെ അത് കുട്ടികളായ ഞങ്ങൾ അറിയാതെ വരുന്നതാണെങ്കിൽ പോലും ലീഡർഷിപ്പിലുള്ള ആൾക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യം തന്നെ ആയിരിക്കണം. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു ബേസിക് എഡ്യൂക്കേഷൻ, അടിസ്ഥാന വിദ്യാഭ്യാസത്തിലായിരുന്നു അച്ഛൻ്റെ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നത്. അപ്പൊ ജോലി ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയായ കുട്ടികൾക്ക് എല്ലാം അറിയണം എന്നുള്ള രീതിയിൽ എല്ലാം പഠിപ്പിച്ചുകൊണ്ട്, ഇപ്പൊ ഞങ്ങൾ പഠിച്ച സ്കൂളിൽ കൃഷി ഒരു വിഷയമായിരുന്നു, ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ എങ്ങനെയാണ് കൃഷി, എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഞാറ് നടന്നത്, എങ്ങനെയാണ് അത്തരത്തിലുള്ള വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു ബേസിക് എഡ്യൂക്കേഷൻ എന്നാണ് അതിന് നയി താലീം എന്നുള്ളത് ഹിന്ദിയിൽ പറയാറുണ്ട്. ഈ ബേസിക് എഡ്യൂക്കേഷനിൽ കൂടിയാണ് ഞാൻ പഠിച്ചത്. സേവാമന്ദിർ പോസ്റ്റ് ബേസിക് സ്കൂൾ എന്നുള്ളതാണ്. ആ ബേസിക് എഡ്യൂക്കേഷനിൽ വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ഞാനൊക്കെ വരുമ്പോഴത്തേക്കും അത് ഇങ്ങനെ മെല്ലെ 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 അതൊരു സാധാരണ സ്കൂളാവുകയും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ സ്പെഷ്യൽ സിലബസ് എടുത്തു മാറ്റി അതൊരു സാധാരണ ഗവൺമെന്റിന്റെ ഒരു ഗവൺമെന്റ് സ്കൂളല്ല, പക്ഷെ സാധാരണ സിലബസ് പോലെ ആയി മാറുകയും ഇപ്പൊ അതൊരു സാധാരണ സ്കൂളായി മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള വലിയൊരു എക്സ്പീരിയൻസ് ഇപ്പൊ സ്കൂളിൽ നമുക്ക് സ്കൂൾ പാർലമെന്റ്, നമുക്ക് ശരിക്കും ഇന്ത്യൻ പാർലമെന്റ് പോലെയുള്ള, ഞങ്ങൾ സ്കൂളില് ഏട്ടാ ചേച്ചി എന്നാണ് നമ്മള് മാഷ്മാരെയും ടീച്ചേഴ്സിനെയും വിളിച്ചിരുന്നത്. മാഷ്മാരെ ഏട്ടാന്നും പിന്നെ ടീച്ചേഴ്സിനെ ചേച്ചി എന്നുമായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഈ പിന്നെ പാർലമെന്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് പിന്നെ ശരിയായ ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു സ്ട്രക്ചറിൽ നമ്മൾക്ക് പാർലമെന്റ് ഉണ്ടാവുന്നു. നമ്മൾ പല മിനിസ്റ്റേഴ്സ് ആയിരിക്കാം. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു ജീവിതത്തിൽ കൂടിയാണ് സ്കൂളിലും അതെ ഗ്രാമത്തിലും അതെ ഈ ഒരു ജീവിതം എനിക്ക് തന്നിട്ടുള്ള ഈ ജീവിതത്തിന് ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ജീവിതത്തിൽ ഞാൻ ഗാന്ധിജിയോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് പറയേണ്ടി വരിക. കാരണം ഒരു ജീവിതത്തിന്റെ തുടക്കം മുതൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടാനുള്ള ഒരു അവസരം ഒരുക്കി തരുന്നത് ഈ ഗാന്ധിയൻ ബാക്ക്ഗ്രൗണ്ട് ആണ്. അത് ഗാന്ധിജിയുടെ ആശ്രമത്തിൽ നിന്ന് അന്ന് അച്ഛനെയും അമ്മയെ പോലെയൊക്കെ തന്നെ എത്രയോ യുവാക്കൾ ഉള്ളിൽ അഗ്നിയുമായി ഒരു ഗ്രാമത്തിൽ പോയി ജീവിച്ച് ഗ്രാമത്തിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളരാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഒരു വളരെ വലിയ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണ്. നമ്മൾ ജീവിതത്തിന്റെ ഒരു സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും ഗ്രാഫ് വരയ്ക്കുകയാണെന്ന് വിചാരിച്ചു നോക്കൂ. എനിക്ക് ഒരു 10ാം ക്ലാസ് വരെയുള്ള എൻ്റെ കാലത്തില് ഒരു സ്റ്റേബിൾ ആയിട്ട് സന്തോഷം മാത്രമുള്ള ഒരു കാലമാണ്. അപ്പൊ സന്തോഷം മാത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ റിച്ച് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇല്ല, സാധാരണ നമുക്ക് ജീവിക്കാനുള്ള ഒരു, ഞങ്ങൾ 6 കുട്ടികളുണ്ട്, അച്ഛൻ്റെ തുച്ഛമായ വരുമാനം മാത്രമാണ് ടീച്ചർ എന്നുള്ള നിലയിൽ, എങ്കിൽ പോലും ബാല്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ഒരൊറ്റ ദിവസം പോലും അതിന് എടുത്തു കളയാൻ ഇല്ല. അത് എൻ്റെ ജീവിതത്തിന്റെ അടിത്തറയുടെ, എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ആ ഫോർമാറ്റീവ് ഇയേഴ്സും ആ ബാല്യത്തിന്റെ സ്ട്രെങ്ത്തും എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. അതിന് ഞാൻ അച്ഛനോടും അമ്മയോടും കടപ്പെട്ടിരിക്കുന്ന അത്ര തന്നെ ഞാൻ ഗാന്ധിജിയോട് അത്ര തന്നെയെന്നല്ല, അവിടെ നിന്നാണല്ലോ ഇത് മുഴുവൻ വന്നത് എന്നുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ ശക്തി എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഗാന്ധിജിയായിരുന്നു. അപ്പൊ ഗാന്ധിജിയുടെ ഒരു സാന്നിധ്യം സദാസമയം, ഒരു അദൃശ്യമായ സാന്നിധ്യം. നമ്മൾ ഗാന്ധിജി നമ്മളെ വീട്ടിലത്തെ മുത്തശ്ശനെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ ആരോ ഒരാളുടെ അദൃശ്യമായ ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സദാ നമ്മുടെ കൂടെ ഉള്ള ഒരാളെ, സദാ നമ്മളെ സാന്നിധ്യമുള്ള ഒരാളെ നമ്മൾ വേണ്ടത്ര സീരിയസ് ആയിട്ട് ചിലപ്പോൾ എടുക്കില്ല. മനസ്സിലാക്കാൻ ഒന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് മാറി നിന്നിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കൊന്നുമില്ല. നമ്മുടെ ആള് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ എന്നുള്ള.
പക്ഷെ ഞങ്ങൾക്ക് അതിൽ കുറേ പിന്നെ രസമുള്ള അനുഭവങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറയാൻ ആ സർവമത പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ സർവമത പ്രാർത്ഥനയുടെ അവസാനമൊക്കെ നമുക്ക് മഹദ്വചനം പറയണം. അപ്പൊ ഒരു ചെറിയ ബുക്കുണ്ട്, ഗാന്ധി സൂക്തം. അപ്പൊ ഗാന്ധി വടി പിടിച്ച് നിൽക്കുന്ന ആ ഒരു പുറംചട്ടുള്ള ഈ ഗാന്ധി സൂക്തത്തിൽ ചെറിയ ചെറിയ ഗാന്ധിജിയുടെ മഹദ്വചനമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ സർവമത പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവസാനം ഒരു മഹദ്വചനം പറയണം. അത് ഗാന്ധിയുടെ ആവാം, ആരുടെ ആവാം. അപ്പൊ ഞങ്ങൾ ഈയിടെ അത് പറഞ്ഞ് ചിരിച്ചു ചേച്ചിയൊക്കെ. കാരണം പ്രാർത്ഥന ദിവസത്തിന്റെ താക്കോലാണ്, സന്ധ്യയുടെ അരമയും. അതായത് പ്രാർത്ഥന കൊണ്ടാണ് ഒരു ദിവസം തുടങ്ങേണ്ടത്, പ്രാർത്ഥന കൊണ്ടാണ് ഒരു ദിവസം അവസാനിക്കേണ്ടത്. അത് പറഞ്ഞ ആള് ഗാന്ധിജി. അപ്പൊ ഞങ്ങൾ കുട്ടികൾ ഞങ്ങൾക്കൊന്നും നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല. നമ്മൾ വളരെ നമുക്ക് എന്ത് സർവമത പ്രാർത്ഥന നമ്മൾ ഓടി വന്ന് ഇങ്ങനെ പാടി പോണ. അപ്പൊ ഞങ്ങളിങ്ങനെയാ പറയാറുണ്ടായിരുന്ന, പ്രാർത്ഥനാ ദിവസത്തിന്റെ താക്കോലാണ് ഗാന്ധിജി. ഗാന്ധിജിയാണ് ഒരു താക്കോല്. പ്രാർത്ഥനാ ദിവസം, ഈ പ്രാർത്ഥന ദിവസത്തിൻ്റെന്നല്ല, പ്രാർത്ഥനാ ദിവസത്തിന്റെ താക്കോലാണ് ഗാന്ധിജി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോ കുറെ ആലോചിച്ച് ചിരിക്കാറുണ്ട്. ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഗ്രാമത്തിൽ കുട്ടികളുടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. കുട്ടികളുടെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് കുട്ടികളുടെ ലൈബ്രറി അല്ല, അത് ഗവൺമെന്റിന്റെ ഗ്രാന്റ് കിട്ടുന്ന വളരെ വലിയ ഒരു 5000-6000 ബുക്സ് ഒക്കെ ഉള്ള ലൈബ്രറി ആയിരുന്നു. പക്ഷെ അത് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ലൈബ്രറിയാണ്. അത് നടത്തിയിരുന്നത് മുഴുവൻ ഞങ്ങൾ കുട്ടികളായിരുന്നു. ഞങ്ങൾ 5ലും 6ലും 7ലും ഒക്കെ പഠിക്കുമ്പോഴുള്ള ഞങ്ങളായിരുന്നു അതിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ലൈബ്രറിയൻ. അപ്പൊ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്ന് ഓടി ഒരു ചായ കുടിച്ച് ലൈബ്രറി തുറക്കാൻ പോകണം. അപ്പൊ ലൈബ്രറിയിൽ വരുന്നത് കുട്ടികളൊന്നുമില്ല. ലൈബ്രറിയിൽ വരിക എപ്പോഴും വലിയ ആൾക്കാരും വരും, ചെറിയ കുട്ടികളും വരും. ചെറിയ വരിസംഖ്യ, ഒരു 50 പൈസയൊക്കെയുള്ള വരിസംഖ്യയൊക്കെ ആയിട്ടുള്ള ഒരു ലൈബ്രറി. പക്ഷെ നിറയെ ബുക്സ്. അപ്പൊ ഇപ്പൊ പോലും എന്നെ ഉറക്കത്തുനിന്ന് വിളിച്ചുണർത്തി 60 എന്ന് പറഞ്ഞാൽ അത് അയ്യപ്പൻ, 30 കുപ്പക്കയും കാക്കയും, 1521 പാടുന്ന യക്ഷി, ഇങ്ങനെ പറയാൻ നമുക്ക് ആ തലയിൽ ഈ ബുക്സിന്റെ നമ്പറും അതിന്റെ സ്ഥാനം, അലമാറയിൽ അത് അവിടെ ഇരിക്കുന്നു എന്നുള്ളത്, അത് ഓരോ നമ്പറും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ബുക്കായിട്ടും ആ ബുക്കിന്റെ നമ്പറൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന കുറേ കാര്യങ്ങൾ, അത് ഒരു വ്യക്തിയുടെ വീട്ടിലെ ആൾക്കാർക്കല്ല, ആ വ്യക്തിയുടെ ഒരു ഗ്രാമത്തിലെ കുറേ ഒരു ഫാമിലിത്തെ ഒരു ജനറേഷനും അടുത്ത ജനറേഷനും കളക്റ്റീവായിട്ടുള്ള മെമ്മറി, ഞങ്ങൾക്ക് കളക്റ്റീവായിട്ടുള്ള മെമ്മറി ഉണ്ട്. അപ്പോൾ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ടാണ് നമുക്ക് പലപ്പോഴും തോന്നുക. ദാനഗ്രാമത്തെ ആൾക്കാരെ പുറമേ നിന്ന് കാണുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫാമിലിയുടെ ഒരു എക്സ്റ്റൻഷനിൽ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിലാണ് നമ്മൾ വന്നത്. പക്ഷേ ഈ കമ്മ്യൂണിറ്റി ലിവിങ് എക്സ്പെരിമെന്റ് ഒരു 80s പകുതി ആവുന്നതോടെ തന്നെ ഇല്ലാണ്ടാവുന്നുണ്ട്. ഓരോരുത്തർക്കും അതിൻ്റെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഭൂമി വിൽക്കാനും വാങ്ങാനും ഒന്നുമുള്ള റൈറ്റ് ഇല്ലാതെ ജീവിക്കാൻ ഉള്ള അതൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുക. ഈ ഇൻസെക്യൂരിറ്റി ശരിക്കും പുറത്തുനിന്ന് ഇൻജക്ട് ചെയ്യപ്പെട്ട ഇൻസെക്യൂരിറ്റിയാണ്. കാരണം അത് ഒരു തുരുത്ത് മാത്രം ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ വിട്ട് ഒരു സ്വാശ്രയ എന്താ പറയുക, ഗ്രാമസ്വരാജ്, നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്കൊന്നും പോവാതെ കേസുകളൊക്കെ അവിടെ തന്നെ ഗ്രാമസഭകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഗ്രാമസഭയൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രാമസഭയൊക്കെ ആയിരുന്നു. ഇപ്പൊ സ്കൂളിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, സ്കൂളിൽ ഭയങ്കര പ്രതിപക്ഷവും ഭരണപക്ഷവും നമുക്ക് വേണ്ടിയിട്ട് ഓരോരോ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. ഒരു മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ഉത്തരമൊക്കെ പറയേണ്ട ചോദ്യങ്ങളൊക്കെ. അപ്പൊ അതേപോലെ അപ്പൊ ഇത്തരത്തിൽ ഈ ഗ്രാമം ഒരു തുരുത്തായി ഒരു രാഷ്ട്രീയ പാർട്ടിയോടും എഫിലിയേഷൻ ഇല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ നിൽക്കുന്ന ആ ഗ്രാമത്തെ പതുക്കെ അതിൻ്റെ ആ സ്ട്രെങ്ത് പിന്നീട് ഇല്ലാതെ ആവുന്നുണ്ട്. ഒരു സെക്കൻഡ് ജനറേഷൻ ഓഫ് ലീഡേഴ്സ് ഇല്ലാതെ പോയതും അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ പിന്നീട് വളരെ ക്രിറ്റിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ഈ ഒരു കാലയളവിൽ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഇത് ഞാൻ ഒരിക്കലും എഴുതിയിട്ടുണ്ട്. അതായത് ഞാൻ ഡൗൺ ടു എർത്ത് മാഗസിനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈദരാബാദ് താമസിക്കുന്ന കാലത്ത് എനിക്ക് ഉറക്കമില്ലാത്ത കുറച്ച് രാത്രികൾ ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അത് ഓർഗാനിക് ത്രെഡ് എന്നുള്ള ഒരു കവർ സ്റ്റോറി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓർഗാനിക് ത്രെഡ് എന്ന് പറയുന്ന സമയത്ത് ഓർഗാനിക് കോട്ടൺ. അപ്പോൾ ഓർഗാനിക് കോട്ടനെ കുറിച്ച് ഈ കവർ സ്റ്റോറി ചെയ്യുന്ന സമയത്ത് പരുത്തി കർഷകർ, കോട്ടൺ ഫാമേഴ്സ് കൂടുതലുള്ള സ്ഥലമാണ് തെലങ്കാനയും ആന്ധ്രയും മഹാരാഷ്ട്രയും പിന്നെ മധ്യപ്രദേശൊക്കെ. മഹാരാഷ്ട്രയിലൊരു എൻ്റെ കൊലീഗായിട്ടുള്ള അപർണ എന്ന് പറഞ്ഞൊരു കുട്ടി കവർ ചെയ്യുന്നു. ഞാൻ ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട്, കർണാടക ഒക്കെ കവർ ചെയ്യുന്നു. അപ്പോൾ ഓർഗാനിക്കലി
അതായത് നാടൻ വിത്ത് ഉപയോഗിച്ചിട്ട് കീടനാശിനികളില്ലാതെ പെസ്റ്റിസൈഡ് ഒന്നും ഇല്ലാതെ ഓർഗാനിക് ആയിട്ട് വളരുന്ന പരുത്തി അതിൻ്റെ ബിസിനസ്, അതിൻ്റെ എക്സ്പോർട്ട്, അതിൻ്റെ പ്രൊക്യൂർമെന്റ്, അത് എവിടേക്ക് പോകുന്നു എന്നൊക്കെയുള്ളതായിരുന്നു നമ്മളുടെ. അത് നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗാർമെന്റ്സ് ആയിട്ട് മാറുന്നുണ്ടോ, ഇതൊക്കെയായിരുന്നു ആ ദിവസങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രശ്നമുള്ള ഒരു ദിവസങ്ങളായി മാറി. ഞാൻ രാത്രി ഇങ്ങനെ നമ്മൾ ഉറക്കത്തിന്റെ ആ ഇരുണ്ട ആകാശത്തിലേക്ക് ഇങ്ങനെ പിന്നെ കനം കുറഞ്ഞ ഒരു തൂവെള്ള പഞ്ഞിത്തുണ്ടുകൾ ഇങ്ങനെ പാറി പാറി വന്നിങ്ങനെ എൻ്റെ ഉറക്കം മുഴുവൻ പഞ്ഞിത്തുണ്ടുകൾ ഇങ്ങനെ പാറി നടക്കണ പോലെ തോന്നിയിട്ട് ഞാൻ ഇങ്ങനെ ഞെട്ടി എണീറ്റ് കുറേ സമയം ഇരുട്ടത്തിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത് ആക്ച്വലി നമുക്കൊരു മനസ്സിലാവാണ്, ഈ കവർ സ്റ്റോറി ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുകയാണ് ഖാദി പോലും ഉപയോഗിക്കുന്നത് ഈ കുത്തക കമ്പനികൾ കൊടുക്കുന്ന BT കോട്ടൺ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോഴും ഖാദി പോലും ഉണ്ടാവുന്നത് എന്നറിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഷോക്ക് ഉണ്ട്. അതായത് ഞാനൊക്കെ ഒരു പക്ഷേ ജനിച്ച് വീണപ്പോൾ എന്നെ ഏറ്റുവാങ്ങിയത് പോലും ഖാദിയിലായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഖാദി അല്ലാത്ത ഒരു തുണി പോലും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പൊ എൻ്റെ അച്ഛൻ ഇട്ടിരുന്ന ഒരു തൂവെള്ള ജുബ്ബയാണെങ്കിലും മുണ്ടാണെങ്കിലും തോളത്തിട്ടിരുന്ന വേഷ്ടിയാണെങ്കിലും എൻ്റെ അമ്മ ഉപയോഗിച്ചിരുന്ന സാരി ആയിരുന്നെങ്കിലും ഞങ്ങൾ സിസ്റ്റേഴ്സ് ഉപയോഗിച്ചിരുന്ന സ്കേർട്സോ എന്തും ഞങ്ങളുടെ ഇന്നർ വെയേഴ്സ് പോലും ഒരുപക്ഷെ ഞങ്ങളുടെ ഞങ്ങളുടെ പീരിയഡ്സിന്റെ സമയത്ത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്ലോത്ത് പോലും വേണമെങ്കിൽ ഖാദി ആയിരിക്കും. വേണമെങ്കിൽ എന്നല്ല, ആണ്. അപ്പോൾ അത്തരത്തിൽ ഖാദി മാത്രം ഇട്ട് നമ്മൾ വളർന്നു വരുന്നു. ഞാൻ എൻ്റെയൊക്കെ ഒരു കോളേജ് കാലത്തും ഒക്കെ ഖാദി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ബോധം വരികയാണ് അപ്പൊ നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മൾ ഇട്ട് വന്നിട്ടുള്ള ഒരു വസ്ത്രവുമായിട്ട് ഖാദിയുമായിട്ട് നമുക്ക് ഭയങ്കര നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ആ ഖാദി ഖാദിക്കൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യത്തിന്റെ ജീവനാരായിരുന്നു. അത് ദ ഫാബ്രിക് ഓഫ് ഫ്രീഡം ആണ് അത് ഖാദി എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ഒരു യുദ്ധത്തില് അത് സ്വാശ്രയത്വം അല്ലെങ്കിൽ എങ്ങനെ നമ്മളിലേക്ക് തന്നെ വരണം, വിദേശ നിർമ്മിത വസ്തുക്കളൊക്കെ ഒഴിവാക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് വളരെ ചിന്തിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നഗ്നതയെ പുതപ്പിക്കുന്ന സംഗതി നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഖാദിയും കോട്ടണും ഖാദിയും ഹാൻഡ്ലൂമും വളരെ ഡിഫറെന്റ് ആണ്. ഖാദി എന്ന് പറയുമ്പോൾ നമ്മൾ നൂലും നൂൽക്കുന്നുണ്ട്, അതിന്റെ നെയ്യുന്നതും കൈ കൊണ്ടാണ്. നമ്മൾ ഹാൻഡ്ലൂം എന്ന് പറയുമ്പോൾ നൂല് മില്ലുന്നാണ്, പിന്നെ നെയ്യുന്നത് നമ്മൾ വീവ് ചെയ്യുന്നത് കൈകൾ കൊണ്ടാണ്. അപ്പൊ ഇത് രണ്ടും എനിക്ക് എപ്പോഴും ഖാദി മുകളിലും ഹാൻഡ്ലൂം കുറച്ച് താഴെയുമായിട്ടായിരുന്നു. ഞാൻ എൻ്റെ എത്രയോ വർഷം വരെ ഖാദി മാത്രമാണല്ലോ ഇട്ടിട്ടുള്ളത്. അപ്പൊ ഈ രാത്രികളിൽ ഖാദി ഒരു മൾട്ടിനാഷണൽ കമ്പനികൾ ഹൈജാക്ക് ചെയ്ത് അവരുടെ വിത്ത് BT കോട്ടൺ, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ആ അറിവ് എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ നമുക്കൊരു 58 lakh കോട്ടൺ ഫാമേഴ്സ് ഇന്ത്യയിലുണ്ട്. നമ്മൾ ഇന്ത്യയിലത്തെ ഫാമേഴ്സിന്റെ ഒക്കെ ഒരു ആത്മഹത്യ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് പരുത്തി കർഷകരാണ്. അതിന് കാരണം അവർക്ക് വിത്ത് എഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് പെസ്റ്റിസൈഡ്സിന്റെ ഇൻപുട്സ്, നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പെസ്റ്റിസൈഡിന്റെ 40% പരുത്തിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയും ഇങ്ങനെ പരുത്തി എന്ന് പറഞ്ഞ ആ രാഷ്ട്രീയ നാര്, ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആ ജീവനാരിനെ അവിടെ തന്നെ മൾട്ടിനാഷണൽസ് കൊണ്ടുപോയി കഴിഞ്ഞു എന്നുള്ള ഒരു ബോധവും ഖാദി കുടിൽ വ്യവസായത്തില് ഒരു നാടൻ കോട്ടൺ തന്നെ ഉപയോഗിക്കണം എന്നുള്ള ഒരു നിർബന്ധമില്ലായ്മയും ഒക്കെ മനസ്സിലാവുന്ന ഒരു സമയം എനിക്ക് ഈ റീസെന്റ് ആയിട്ട് അത് വളരെ ഗ്രാജുവലി ഇന്ത്യയിൽ വന്ന മാറ്റായിരുന്നു. അത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അത്രയും വൈകാരികമായിട്ടൊരു ജേർണലിസ്റ്റ് ആയിരിക്കെ പോലും നമ്മൾ ഇത്രയും വൈകാരികമായിട്ട് അതിനോട് പ്രതികരിക്കുന്ന നമ്മുടെ ഉറക്കമൊക്കെ ഇല്ലാതെ ആവുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്രയും നമ്മുടെ ഉള്ളിൽ അതുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിലും പലപ്പോഴും പല സമയങ്ങളിൽ ഗാന്ധി കയറി വരും. അല്ലെങ്കിൽ അത് ചിലപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുട്ടിക്കാലം മുഴുവൻ സന്തോഷത്തിന്റെ ആണെങ്കിലും പിന്നീട് നമുക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ജീവിതത്തിൽ ഉണ്ടാവുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവും ചില സമയങ്ങളിൽ നമ്മൾ ഗാന്ധിയിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ
അത്തരത്തിലുള്ള എപ്പോഴും സദാസമയവും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇപ്പോ നമ്മുടെ ഞാൻ ഇപ്പോൾ ഒരു കുട്ടിക്കാലം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ 70s എത്തുന്ന സമയത്ത് നമ്മൾക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് നമ്മൾ 60s എത്തുമ്പോൾ തന്നെ, അതായത് 47 നമുക്ക് ഇന്ത്യ സ്വതന്ത്രമായിട്ട് ഒരു അടുത്ത ഒരു വളരെ വേഗം തന്നെ രാജ്യത്തിന് ഗാന്ധിയെ വേണ്ടാതായിട്ടുണ്ട്. അപ്പോൾ ഗാന്ധി പ്രതിമകളായി, ഗാന്ധി റോഡുകളായി, ഗാന്ധി പിന്നെ കറൻസി നോട്ടുകളുടെ ഉള്ളിൽ നിന്ന് നോക്കി ചിരിക്കുന്ന ഒരു കന്നടക്കാരനായിട്ട് മാറി. ഗാന്ധി അധികാരത്തിന്റെ ചുമരുകളിൽ തറച്ചിട്ടുള്ള ആണിയിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഒരു ചിത്രമായിട്ട് മാറി. സ്വാതന്ത്ര്യത്തിന്റെ മുൻപ് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ പലതും ലംഘിക്കപ്പെട്ടു. ഗാന്ധിജിയുടെ ഒരു ആശയമേ ആയിരുന്നില്ല വികസനത്തിന്റെ കാര്യത്തിൽ നെഹ്റു ഫോളോ ചെയ്തിരുന്നത്. നെഹ്റുവിന് വളരെ ഒരു വൻകിട വികസനം, ഒരു പക്ഷെ ആ സമയത്ത് ഇന്ത്യക്ക് അത് വേണ്ടിയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു വൻകിട വികസനം, വലിയ അണക്കെട്ടുകൾക്ക് വേണ്ടി ആദിവാസികൾ കുടിയൊഴിപ്പിക്കപ്പെടുക, അത്തരത്തിലുള്ള സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയം. അപ്പോ ഗാന്ധിജിയുടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതോടെ തന്നെ കോൺഗ്രസിനെ പിരിച്ചുവിടണം എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ ആഗ്രഹം. പക്ഷെ അങ്ങനെയല്ല. കോൺഗ്രസ് ഭരണത്തിൽ വരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള കാലത്ത് ഒരു 60കളുടെ അവസാനം എത്തുമ്പോഴത്തേക്കും 70കളുടെ തുടക്കത്തിൽ എത്തുന്ന സമയത്ത് തന്നെ ഇന്ത്യയിലെ യുവാക്കൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. അവര് അപ്പോഴേക്കും ഒരു ലെഫ്റ്റ് എക്സ്ട്രീമിസത്തിലേക്ക്, ലെഫ്റ്റിന്റെ ആ ഒരു മാവോവാദത്തിലേക്ക് തിരിയുന്നു. വസന്തത്തിന്റെ ഇടിമുഴക്കത്തിന് വേണ്ടി അവർ കാതോർക്കുന്നു. തോക്കിൻ കുഴലിലൂടെ വിപ്ലവം വരുമെന്നുള്ള ഒരു വ്യാമോഹത്തില് മാവോ പറഞ്ഞ വഴികളിലൂടെ ഗതി കിട്ടാതെ അവർ അലയുന്നു. പക്ഷെ എവിടെയും ഒന്നും സംഭവിക്കുന്നില്ല. അത് കഴിയുമ്പോൾ അവർക്ക് ക്രൂരമായ മർദ്ദനങ്ങൾ പോലീസിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ അവര് ഇത്രയും വേദന സഹിച്ചുകൊണ്ട് ഒന്ന് തല ഉയർത്തി നോക്കുമ്പോൾ കാണുക ചുമരിലെ ചിരിക്കുന്ന ഗാന്ധിയാണ്. അപ്പൊ അധികാരത്തിന്റെ ഈ ഒരു കൊള്ളരുതായ്മയെ ഗാന്ധി ഒരു പ്രതീകമായിട്ട് അവരെ മനസ്സിൽ അധികാരത്തിന്റെ കൊള്ളരുതായ്മയായിട്ട് വരുന്നു. അപ്പൊ ഗാന്ധി ശത്രുവായി പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം ഒരു 80s ഞാൻ കോളേജിലേക്കൊക്കെ എത്തുന്ന ഒരു കാലം 80s ആണ്. ആ കാലത്ത് 70s അവസാനമായാലും 80s ഒക്കെ തുടക്കത്തിൽ ഈ ഒരു ലെഫ്റ്റ് എക്സ്ട്രീമിസത്തിന് ഒരു ഗ്ലോറിഫൈഡ് ആയിട്ട് നക്സലിസം ഗ്ലോറിഫൈഡ് ആവുന്നു. ഗാന്ധിയെ പരിഹാസത്തോടെ പുച്ഛത്തോടെ നോക്കുന്ന ഒരു കാലം ആയിരുന്നു ആ കാലം. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഗാന്ധിയൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് എന്ന് പറയാൻ പറ്റാത്ത, നമ്മളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഖാദി മാത്രം ഇട്ടിട്ടുള്ള ഒരാള് എപ്പോഴും ഒരു ഓഡ് വൺ ഔട്ടായിട്ട് ഇങ്ങനെ എല്ലാ ഗ്രൂപ്പിലും ഓഡ് വൺ ഔട്ടായിട്ട് ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗാന്ധിയെ തഴയുന്ന, ഗാന്ധിയെ പരിഹസിക്കുന്ന, ഗാന്ധി വേണ്ടാതായിട്ടുള്ള കാലം സ്വാതന്ത്ര്യം കിട്ടുന്ന ആ സമയം മുതൽക്ക് തന്നെ രാജ്യത്ത് വരുന്നുണ്ട്. പിന്നീട് നമ്മൾ 80s, ഇപ്പോൾ 75 നമുക്ക് അടിയന്തരാവസ്ഥയുടെ എമർജൻസിയുടെ സമയത്ത് എൻ്റെ അച്ഛൻ ജയിലിലായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം എന്ന് പറയുന്നത് ഗാന്ധിയന്മാരും ലെഫ്റ്റിലെ എക്സ്ട്രീം എല്ലാ തരത്തിലുള്ള ഒരു കരുതൽ തടങ്കലും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ ജയിലിലായിരുന്നു. അപ്പൊ എനിക്ക് ഒരു 75 എമർജൻസി എന്ന് പറയുന്ന സമയത്ത് അച്ഛന്റെ ഗാന്ധി എന്നുള്ള രീതിയിൽ അവര് പോകുന്നു, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, അവര് ജയിലിലാവുന്നു, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ജയിലിലാവുന്നു, അതിന്റെ മുകളിലുള്ള വീട്ടിലുള്ള പ്രശ്നങ്ങള്, ഇതൊക്കെ എൻ്റെ മനസ്സിൽ എമർജൻസി എന്ന് പറഞ്ഞു വരുമ്പം, അല്ലാതെ ഒരു ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി മറ്റ് സ്ഥലത്ത് എന്നുള്ളതിനേക്കാൾ നമ്മൾ എന്തനുഭവിക്കുന്നു എന്നുള്ള സംഗതി കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു 75കളും നമ്മുടെ 70s-ഉം 80s-ഉം അങ്ങനെ പോകുന്നു. നമ്മൾ 90s ഒക്കെ എത്തുന്ന സമയത്തേക്കും ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ഒക്കെ വരുന്നു, പുതിയ സാമ്പത്തിക നയങ്ങൾ വരുന്നു. ഇന്ത്യ വേറൊരു പാത്ത് കൂടെ വലിയൊരു എല്ലാം ക്യാപിറ്റലിസം ഒരു അടക്കി വാഴുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോഴും ഗാന്ധി വേണ്ട. അത് കഴിഞ്ഞ് നമ്മൾ 2000 എത്തുന്ന സമയത്ത് വീണ്ടും പുതിയ ഈ ക്യാപിറ്റലിസത്തിന്റെ ഒരു ലെവൽ പ്ലേയിങ് ഒന്നും ഇല്ലാതെ ക്രോണി ക്യാപിറ്റലിസത്തേക്ക് പോകുന്നു. കുറച്ച് കമ്പനികൾ മാത്രം ആധിപത്യം ചെലുത്തുന്ന ഒരു അവസ്ഥ വരുന്നു. അതും കഴിഞ്ഞ് നമ്മളിപ്പോ ഒരു ടെക്നോളജിക്കൽ ഫ്യൂഡലിസത്തിലേക്കോ, അല്ലെങ്കിൽ നമ്മളിപ്പോ വളരെ കുറച്ച് കമ്പനികൾ നമ്മൾ ലോകം എടുത്താലും ഇന്ത്യ എടുത്താലും ആ കമ്പനികൾ ആധിപത്യം ചെലുത്തുകയും അവരുടെ ശിങ്കിടികളായിട്ടുള്ള ആൾക്കാർ
നമ്മളുടെ അധികാരത്തിൽ ഇരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അന്ന് ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് പോയിട്ടുള്ള ആ പിന്നെ തീവ്ര ഹിന്ദുത്വ സിദ്ധാന്തത്തിന്റെ വെടിയുണ്ടകള് ഇപ്പൊ എതിർ ശബ്ദങ്ങളുടെ നെഞ്ചുകളിലേക്കാണ് പോകുന്നത്. ആര് എതിർ ശബ്ദം ഉയർത്തിയോ അവരെ ജയിലിലാക്കുക, അല്ലെങ്കിൽ അവരെ പിന്നെ ഇല്ലാതാക്കുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വളരെ വലിയൊരു ചേഞ്ചിലൂടെ, വളരെ വലിയൊരു മാറ്റത്തിലൂടെ, ഗാന്ധിയെ തഴഞ്ഞുള്ള മാറ്റത്തിലൂടെ ഇന്ത്യ പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഘട്ടത്തിലും നമ്മൾ വിചാരിക്കാത്ത ഘട്ടത്തിൽ ഗാന്ധി തിരിച്ചു വരുന്നുണ്ട്, ഗാന്ധിയെ നമ്മൾ തേടുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ പ്രദർശനം പോലും ഞാൻ വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ പ്രദർശനം നടക്കുന്നത്? ഏതോ വഴി കൂടെ നമ്മളിവിടെ വലിയൊരു തരത്തിലുള്ള മറ്റു തരത്തിലുള്ള ഒരു സാമ്രാജ്യത്വം, ഒരു ഇമ്പീരിയലിസം നമ്മളെ മുകളിൽ വരുന്ന സമയത്ത് മറ്റേതോ വഴിയിലൂടെ ഗാന്ധി വരുന്നുണ്ട്. ഗാന്ധിയെ ആരൊക്കെയോ തേടുന്നുണ്ട്, ആരൊക്കെയോ കൊണ്ടുവരുന്നുണ്ട്. നോൺ വയലന്റ് ആയിട്ടുള്ള സ്ട്രഗിൾസ് മാത്രമേ ഇവിടെ വിജയിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കേരളത്തിന്റെ ഒരു അടുത്ത കാല കുറച്ച് സമീപകാല ചരിത്രം പരിശോധിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവും, വയലന്റ് ആയിട്ടുള്ള സ്ട്രഗിൾസ് അല്ല, നോൺ വയലന്റ് ആയിട്ടുള്ള സ്ട്രഗിൾസ് ആണ് ഇവിടെയും വിജയിക്കുന്നത്. ഇപ്പോ ഒരു അതിവേഗത്തിനെതിരുള്ള ഒരു സമരമായിരുന്നാൽ പോലും, അല്ലെങ്കിൽ വേറെ ഏത് സമരം എടുത്താൽ പോലും അതൊരു നോൺ വയലന്റ് ആയിട്ടുള്ള സംഗതികളെ ഇവിടെ വിജയിക്കുന്നുള്ളൂ. അപ്പൊ ആ നോൺ വയലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗാന്ധിയുടെ ഒരു സിദ്ധാന്തം, അതിനൊക്കെയും പ്രസക്തി നഷ്ടപ്പെടാതെ അത് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ അതിനെ നമുക്ക് കാണാൻ കഴിയും. നമ്മള് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗാന്ധി പോയിട്ടില്ല, ഗാന്ധി ഇവിടെ തന്നെ ഉണ്ടെന്നും, ഗാന്ധിയെ നമ്മൾ എത്ര തന്നെ എന്തെല്ലാം പേരിൽ നമ്മൾ ഗാന്ധിയെ കളയാൻ ശ്രമിച്ചാലും നമുക്ക് കളയാൻ അങ്ങനെ തഴഞ്ഞു നിൽക്കാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു അവസ്ഥ ഉണ്ട്. എനിക്ക് പലപ്പോഴും വലിയ സങ്കടം തോന്നാറുള്ള, എനിക്ക് സത്യത്തിൽ ഭയങ്കര കുറ്റബോധം തോന്നാറുണ്ട്. ഇപ്പൊ ഞാനൊക്കെ അനുഭവിച്ചു എന്ന് പറയുന്ന വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ്, എൻ്റെ കുട്ടിക്കാലം, അത് എനിക്ക് എൻ്റെ കുട്ടിക്ക് പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ കൊടുക്കണം എന്ന് ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ ഒരു സമൂഹത്തിന് വേണ്ടി മാത്രം ജീവിച്ചിട്ടില്ല, നമ്മളൊരു സമൂഹത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടില്ല. ഇപ്പം ഒരു സമൂഹത്തെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം കൊടുക്കണം, അല്ലാതെ നമുക്ക് കുറച്ച് വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ യുവത്വം കൊടുക്കണം, നമ്മുടെ മിഡിൽ ഏജ് കൊടുക്കണം, നമ്മുടെ വാർദ്ധക്യം കൊടുക്കണം, നമ്മുടെ ജീവിതം മുഴുവൻ ആ ഒരു കോസിന് വേണ്ടി കൊടുത്താൽ മാത്രമേ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വർക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്തു, ജേർണലിസം അല്ലാതെ ചെയ്തു എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. ചെയ്യാൻ കഴിയുന്ന, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ജീവിതം ഇങ്ങനെ മുന്നോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. നമ്മൾ നമ്മുടെ ജോലികളൊക്കെ ചെയ്തു, നമ്മൾ വർക്ക് ചെയ്തു, പിന്നെ ഫാമിലി, കുട്ടി, ഇങ്ങനെ നമുക്ക് പിന്നെ നമ്മൾ പലതൊന്നും അകന്നകന്ന് പോയി ഒരു ഘട്ടത്തിലെത്തുമ്പോൾ വീണ്ടും നമ്മൾ ഇതൊക്കെ ചിന്തിക്കാൻ, ഒന്ന് റിഫ്ലക്ട് ചെയ്യാനും റിവ്യൂ ചെയ്യാനും സങ്കടപ്പെടാനും കുറ്റബോധം തോന്നാനും ഒക്കെയുള്ള ഒരു അവസരം, അല്ലെങ്കിൽ അവസരം എന്നല്ല, അങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ എനിക്ക് ഇപ്പോഴും ശരിക്കും പെയിൻ അനുഭവപ്പെടാറുണ്ട്. ഇപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ചർക്കയുടെ പിന്നിന്ന് ഗാന്ധിയെ മാറ്റി അവിടെ നരേന്ദ്രമോദി വന്നിരുന്നാൽ എനിക്ക് സങ്കടം വരാറുണ്ട്. കാരണം ഒരാള് ജീവിതം കൊടുത്തുണ്ടാക്കിയെടുത്തിട്ടുള്ള വലിയ അത് എന്തായാലും ഇപ്പൊ നമ്മളൊരു കുറച്ച് പേര് ജീവിതം കൊടുത്തുണ്ടാക്കിയിട്ടുള്ള സ്ഥാപനമായാലും രാഷ്ട്രീയ പ്രസ്ഥാനമായാലും മറ്റെന്തായിരുന്നാലും അത് ഒട്ടും ചിന്താശൂന്യമായി മറ്റു കുറച്ച് പേര് വന്ന് കളയുന്ന ഒരവസ്ഥ വരുമ്പോൾ നമുക്ക് സങ്കടം വരും. നമുക്കിപ്പോ ഈ ഇന്ത്യയിലെ എത്രയോ സ്ഥലത്ത് ഗാന്ധിയുടെ മെമ്മറീസ് ഉള്ള സംഗതികളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഗാന്ധി സ്മൃതിന്ന് തോക്ക് മാറ്റി, അന്ന് ഉപയോഗിച്ച ആ തോക്ക് മാറ്റി കളയുന്നുണ്ട്. വാരാണസിയില് സർവസേവാ സംഘിന്റെ പിന്നെ സർവസേവാ സംഘ് എന്ന് പറയുന്നത് ഗാന്ധിയൻ സാഹിത്യമൊക്കെ അച്ചടിച്ചു കൊണ്ടിരുന്നിരുന്ന അവിടെ കുറെ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അത് മുഴുവൻ പോയി കഴിഞ്ഞു. സാബർമതി ആശ്രമം ഒരുവിധം ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ഒരുതരം പെയിൻ അനുഭവപ്പെടുന്നുണ്ട്. വെറുതെ നമുക്ക് ഡിറ്റാച്ച്ഡ് ആയിട്ടല്ല നമ്മളിത് കാണുന്നത്,
നമുക്കത് ഇമോഷണൽ ഇഷ്യൂയും കൂടിയാണ്. ഞാനത് പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഇമോഷണൽ എന്നുള്ള സംഗതിയാണ് നമ്മുടെ ജീവിതത്തിലെ ആ ഗാന്ധിയുടെ ഒരു സാന്നിധ്യം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വേണ്ടാന്ന് വെച്ചാലും അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പലപ്പോഴും. അത് ഇപ്പോ എനിക്ക് ചിലപ്പോൾ നമുക്ക് ഈ ഗാന്ധിയുടെ ഹരിലാൽ എന്ന് പറഞ്ഞ മൂത്ത മകന് ഗാന്ധിയോട് ഉണ്ടായിരുന്ന ഒരു ദേഷ്യം പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. ഒട്ടും കുടുംബം ശ്രദ്ധിക്കാതെ സദാസമയം നമ്മള് സമൂഹം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പം ഞങ്ങളുടെ ഞാൻ എൻ്റെ അച്ഛനെ ബാബാന്നാ വിളിച്ചിരുന്നത്. അപ്പൊ ബാബയ്ക്ക് ഞങ്ങളും മറ്റു കുട്ടികളും തമ്മിൽ ഒരു ഡിഫറൻസും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഒരേപോലെ. അപ്പൊ നമുക്ക് കിട്ടേണ്ട ചില കുറച്ച് സംഗതികൾ അത് കിട്ടാതെ വരുന്നു. ഒരു വീടില്ല. ഇൻഫാക്ട് നമ്മൾ വീടിലാണ് വളരുന്നതെങ്കിലും അതൊരു സ്ഥാപനമാണ്. നമ്മൾ സ്ഥാപനത്തിൽ കൂടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ വളർന്നു വരുന്നത് പോലെ നമുക്ക് തോന്നും. ആ സമയത്ത് നമുക്ക് തോന്നുന്ന ലവ് ഹേറ്റ്, ഒരു സ്നേഹവിദ്വേഷ സംഗതികളുണ്ട്. ഞാൻ ഇന്ത്യ ടുഡേയിൽ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മഹാത്മാ എന്ന് പറഞ്ഞിട്ടൊരു സമയം കഴിഞ്ഞോ? മഹാത്മാ എന്ന് പറഞ്ഞിട്ടൊരു നാടകം കണ്ടിരുന്നു. അത് നസറുദ്ദീൻ ഷാ ആയിരുന്നു അതിൽ ഗാന്ധിയായിട്ട് അഭിനയിച്ചിരുന്നത്. അപ്പൊ അതില് നീന കുൽക്കർണിയാണ് കസ്തൂർബയായിട്ട്. 3 ആൾക്കാരേ ഉള്ളൂ പ്രധാനമായിട്ട്. ഗാന്ധി, കസ്തൂർബ, ഗാന്ധിയുടെ മകനായിട്ടുള്ള ഹരിലാല്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു നാടകമാണ്. ആ നാടകത്തിന്റെ ആദ്യത്തെ രംഗം മുതൽക്ക് അവസാനത്തെ രംഗം വരെ കരഞ്ഞു. കാരണം നമുക്ക് എത്ര സ്ഥലങ്ങളിലാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയെന്നറിയോ. അപ്പോൾ ഒരു സ്വന്തം കുടുംബത്തിന്റെ ഒന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ ഗാന്ധിജിക്ക് കഴിയില്ല. കാരണം അത്രയും ഒരു രാഷ്ട്രം മുഴുവൻ ചുമലിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് കുടുംബം ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അമ്മയെ ചോദ്യം ചെയ്യുന്ന മകനോടുള്ള സ്നേഹവാത്സ്യങ്ങളും ഭർത്താവിനോടുള്ള കർത്തവ്യബോധത്തിന്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കസ്തൂർബ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീ, ഇപ്പൊ നമുക്കത് ഭയങ്കര വിഷമം തോന്നുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ എനിക്ക് ഈ ജീവിതത്തിന്റെ ഈ അറ്റത്ത് ഗാന്ധിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നാറുള്ള സംഗതി എന്താ വെച്ചാല്, ഗാന്ധിയെ അറിയാൻ ശ്രമിച്ചില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടാവാറുണ്ട് പലപ്പോഴും. ഗാന്ധിയെ മുഴുവൻ സമയം ഗാന്ധിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ മാറി നിന്ന് നമ്മൾ ഇപ്പൊ നമ്മളെ വീട്ടിലത്തെ ആൾക്കാരെ നമ്മൾ മാറി നിന്ന് പഠിക്കൊന്നുമില്ലല്ലോ. നമ്മളെ വീട്ടിലത്തെ ആൾക്കാര്, വീട്ടിലുള്ള ആൾക്കാര് അവരെപ്പോഴും കൂടെ ഉണ്ടല്ലോ. അപ്പൊ അത്തരത്തില് നോക്കിയിട്ട് നമ്മള് ഒരു ശ്രദ്ധയോടെ പഠിക്കുക, അല്ലെങ്കിൽ ശരിക്കൊരു വ്യക്തിയെ അറിയാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ചെയ്തോ എന്നുള്ള ഒരു കുറ്റബോധം എനിക്കിപ്പോ ഇടയ്ക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഗാന്ധി വളരെ ഏകാഗിയായിരുന്നു എന്ന് തോന്നാറുണ്ട്. ഇപ്പോൾ ഓഗസ്റ്റ് 15 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഗാന്ധി ഇല്ല. ഗാന്ധി ആ സമയത്ത് നവഖലിയിലും മറ്റു സ്ഥലങ്ങളിലും ചോരപ്പുഴ ഒഴുകുന്ന സ്ഥലങ്ങളിലും മതവിദ്വേഷം, ആ മതസ്പർദ്ധക്കിടയിൽ കൂടെ അതിനെ അഡ്രസ് ചെയ്യാനാണ് ഗാന്ധി പോയത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ 2 മാസം മുമ്പ് ഗാന്ധി പറയുന്നുണ്ട്, ഞാൻ ഈ സ്വാതന്ത്ര്യ ആഘോഷങ്ങളിൽ ഞാൻ ഉണ്ടാവില്ല, എനിക്ക് ഞാൻ സന്തോഷമാണെന്ന് അഭിനയിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ സംഘർഷത്തിന്റെ വിത്തുകളുണ്ട്. ഭാവിയിൽ ഇനി അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വളരെ വലിയ ഒരു സംഘർഷത്തിലേക്ക്, ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിലുള്ള വളരെ വലിയൊരു സംഘർഷത്തിലേക്ക് മാറാവുന്ന വിത്തുകൾ നമ്മുടെ ഇപ്പൊ കിട്ടിയ സ്വാതന്ത്ര്യത്തിലുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ ദീപം തെളിയിക്കുക? അപ്പോൾ നെഹ്റു ഉൾപ്പെടെ ഒരുപാട് പേര് ഗാന്ധിജിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ബാപ്പു അങ്ങില്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യം ആഘോഷിക്കുക? പക്ഷെ ഗാന്ധി എല്ലാ കാര്യത്തിലും അഡമന്റ് ആണ്. അതേപോലെ ഇക്കാര്യത്തിലും ഗാന്ധി ഉണ്ടായേ ഇല്ല സ്വാതന്ത്ര്യ ആഘോഷങ്ങളിൽ, സ്വാതന്ത്ര്യ ദിനാഘോഷത്തില്. ഗാന്ധിക്ക് ഇത്രയും തന്റെ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ട് പോലും ഗാന്ധിക്ക് ഒരൊറ്റ സ്വാതന്ത്ര്യ ദിനവും ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടി 5 മാസത്തിനപ്പുറം ഗാന്ധിയെ വെടിവെച്ച് കൊല്ലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള, എനിക്ക് തോന്നും ഗാന്ധി ഏകാഗിയായിരുന്നു. നമ്മളൊരു നേതാവിനെ നമ്മൾ ആ നേതാവിന്റെ അദ്ദേഹം ഒരു രാഷ്ട്രത്തിന്റെ ലീഡർ എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഗാന്ധി എഴുതിയ കത്തുകൾ എൻ്റെ അടുത്ത് മഹാദേവ് ദേശായിയുടെ 7 വോളിയംസ് ഉണ്ട്. അത് ആ 7 വോളിയംസിൽ മഹാദേവ് ദേശായി എന്ന് പറയുന്നത് ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. മുഴുവൻ ഗാന്ധിയുടെ കത്തുകളാണ് അതിലുള്ളത്. അപ്പൊ നമുക്കത് വായിക്കുമ്പോൾ എത്ര കത്തുകളാ ഗാന്ധി എഴുതിയിട്ടുള്ളതെന്നറിയോ? ചെറിയ കുട്ടി മുതൽക്ക്
വിദേശത്തുള്ള ഫ്രണ്ട്സ് വരെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കഴിയാന്ന് നമുക്ക് അത്ഭുതം തോന്നും. അതിന്റെ ഇടയിൽ കൂടെയുള്ള യാത്രകള്, കർഷകരെ സംഘടിപ്പിക്കല്, തൊഴിലാളികളെ സംഘടിപ്പിക്കല്, പിന്നെ നിസ്സഹകരണ പ്രസ്ഥാനം, പിന്നെ നിയമലംഘനങ്ങള്, ഇങ്ങനെ നിരവധി സംഗതികൾ ചെയ്യുകയും അതിന്റെ ഇടയിൽ കൂടെ ഓരോ വ്യക്തിക്കും നേരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ വ്യക്തി ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കത്തെഴുതുക എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമല്ല, നമുക്കൊന്നും പറ്റുന്ന കാര്യമില്ല. എങ്ങനെയാണ് ഗാന്ധിജിയെ ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാലോചിക്കാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നും, ഗാന്ധിക്ക് ഏകാന്തത ഉണ്ടായിരുന്നോ? ഗാന്ധി എപ്പോഴെങ്കിലും ലോൺലി ആയിരുന്നോ? ഒരു ഏകാഗിയായിട്ട് എല്ലാവരും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സെലിബ്രേഷൻസിൽ നിൽക്കാതെ ഏകാഗിയായിട്ട് നടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അത് ഒരു യഥാർത്ഥ ഗാന്ധി ഏകാഗിയായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിലുള്ള ഗാന്ധിക്ക് ഒരു എവിടെയോ ഒരു ഏകാന്തത ഉണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോ കുറച്ചും കൂടി ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട്, ഇപ്പൊ ഗാന്ധിയുടെ കത്തുകളും കുറേയും കൂടി ഒരു ലീഡർ എന്നുള്ള രീതിയിലല്ല, ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള രീതിയിലല്ല, പക്ഷെ ഒന്നും കൂടി ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ഗാന്ധിയെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇരിക്കെ അത് ചെയ്യേണ്ടതാണ്, എഴുതേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അതൊന്നും ചെയ്യാതെ നമ്മൾ അതിനും ഇതിനൊക്കെ വേണ്ടി കുറേ സമയമൊക്കെ കളയുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നാറുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഗാന്ധി എന്ന് പറയുന്ന സമയത്ത് എൻ്റെ കുട്ടിക്കാലത്തെ സന്തോഷം മുതൽക്ക് എൻ്റെ ശക്തിയാണ് എന്ന് ഞാൻ പറഞ്ഞ ആ സാന്നിധ്യം മുതൽക്ക് ഇപ്പം എനിക്ക് കുറ്റബോധം തോന്നുന്നു എന്ന് പറയുന്ന, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് എനിക്ക് കുറ്റബോധത്തിന്റെ ഒരു അംശവും ഉണ്ട് എന്ന് പറയുന്ന അതുവരെയാണ് എൻ്റെ ജീവിതത്തിലെ ഗാന്ധി. ആ ഗാന്ധി ഞാൻ അനുഭവിക്കുന്ന വേദന കൂടിയാണ്. അപ്പൊ എനിക്കതൊരു പെയിനുമാണ്, സന്തോഷമാണ്, സങ്കടമാണ്, കുറ്റബോധമാണ്. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഗാന്ധി. അതിന് എനിക്ക് തോന്നുന്നത് മുഴുവൻ എനിക്ക് നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റിയോന്ന് എനിക്കറിയില്ല. എനിക്കിങ്ങനെ ഒരു പാസിംഗ് ആയിട്ട് ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോവുക ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള അനുഭവങ്ങള് അത് കൂടെ കടന്നു വന്ന ആൾക്കാർക്കും ആ അനുഭവങ്ങളുള്ള ആൾക്കാരോടും ഷെയർ ചെയ്യുമ്പോഴാണ് പലപ്പോഴും മനസ്സിലാവുക. എങ്കിലും നമ്മൾ തിരിച്ചു പോവേണ്ടതുണ്ട്. നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു പോകണമെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ എങ്കിലും ഈ ടോട്ടലി നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, നമ്മുടെ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു, നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, ഒരു ജനത എന്നുള്ള രീതിയിൽ നമ്മളെ എങ്ങനെയാണ് പരാജയപ്പെടുത്തുന്നത് എന്നെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തിലെ ജനത എന്നുള്ള രീതിയിൽ നമ്മൾ ഭയമായാലും ഭൗതികവും മാനസികമായുള്ള അടിമത്തമായാലും ഇതെല്ലാം മാറ്റിവെച്ച് നമുക്ക് സത്യം എന്ന് തോന്നുന്നതിനെ, അല്ലെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യണം എന്ന് തോന്നുന്നതിനെ നമ്മൾ ചോദ്യം ചെയ്യുക എന്നുള്ളതും, നമ്മൾ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതും, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മൾ ഏത് ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുവോ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാനുള്ള മാർഗം സത്യസന്ധമായിരിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു ഘട്ടമാണിത്. നമ്മൾ ഒരു ജനത എന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മളെ പരാജയപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു നമുക്ക് ഗാന്ധിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ, ഗാന്ധിയോട് ചെയ്യാവുന്നതല്ല, നമ്മളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഗാന്ധി ജീവിച്ചു, ഗാന്ധി മരിച്ചു. അദ്ദേഹം ആ ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഒരു പ്രത്യേക കോസിന് വേണ്ടി ചെലവഴിച്ചു. ഇനി നമ്മൾ ഗാന്ധിയുടെ ഓർമ്മകൾ നമ്മൾ ആഘോഷിക്കുകയും പിന്നെ നമ്മൾ ഗാന്ധിയിൽ നിന്ന് വിട്ടുപോവുകയും, ഓർമ്മകൾ ആഘോഷിക്കുന്നു, ഒക്ടോബർ 2 വിട്ടുപോകുന്നു, നമുക്ക് തോന്നിയ പോലെ ജീവിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊന്ന് റിഫ്ലക്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്ക് എന്താണ് വേണ്ടത്, ഒരു സ്വാശ്രയ സമൂഹം നമുക്ക് ആവശ്യമുണ്ടോ, നമുക്ക് തന്നെ ഒരു നിലനിൽക്കാൻ കഴിയുന്ന സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി നമ്മൾക്കുണ്ടോ എന്നൊക്കെയുള്ള കാര്യം ചിന്തിക്കാനും കൂടി ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉപകാരപ്പെടുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിൽ ഇങ്ങനെ ഇപ്പൊ ഈ സംസാരിക്കാൻ തന്നെ ഇട വന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ കാര്യങ്ങൾ ഇപ്പം ഒരു പൊതുവേദിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു എക്സിബിഷനാണ് എനിക്കതിന് അവസരം തന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ അവസരം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്രയാണ് എൻ്റെ ജീവിതത്തിലെ ഗാന്ധി. നേരത്തെ നാളല്ല മാറിപ്പോയില്ലേ? അയ്യോ സോറി.